എന്റെ ആ മോനെ എന്തൊരു മാച്ചല്ലേ ഇന്നത്തെ! ഓഫ്! ത്രില്ലർ എന്നിട്ട് അങ്ങേറ്റം ത്രില്ലർ. അതായത് ലാസ്റ്റ് മൊമെന്റ് വരെ കാണാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ത്രില്ല്. അതങ്ങനെ വെച്ചിട്ടുള്ള ഒരു മാച്ച്. കംപ്ലീറ്റ് 20-20 എന്ന് പറയാം. കാരണം എന്താ പറയുക, ഇന്ന് രണ്ട് ടീമും 20 ഓവർ കംപ്ലീറ്റ് ചെയ്തു. ബാറ്റ് ചെയ്ത സമയത്തും ബോൾ ചെയ്ത സമയത്തും. ലാസ്റ്റ് ബോൾ വരെ നമുക്ക് അറിയില്ല ആര് ജയിക്കുന്നുള്ളത്. കാരണം ചിലപ്പോൾ ഒരു സൂപ്പർ ഓവറിലോട്ട് പോവാം. അങ്ങനെയുള്ളൊരു ത്രില്ലർ മാച്ച് ആയിരുന്നു ശരിക്കും. ലാസ്റ്റ് ബോളിൽ ജയിക്കാൻ വേണ്ടത് 7 റൺസാണ്. ഒരു നോ ബോളോ ഒരു വൈഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്ന് അടുത്ത ബോളിൽ ഒരു സിക്സോ, അല്ലെങ്കിൽ ഇതൊന്നും കൂടാണ്ട് അടുത്ത ബോളിൽ ഒരു സിക്സ് അടിച്ചിട്ട് വേണമെങ്കിൽ ഒരു ടൈ മാച്ചിലോട്ട് പോയിട്ട് പിന്നീട് ഒരു സൂപ്പർ ഓവറിലോട്ട് പോകാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു ഇന്നത്തെ. ശരിക്കും സായ് സുദർശൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് GT ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആ ഒരു രീതിയിലായിരുന്നു കളി പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. കാരണം ആൾ 73 റൺസ് ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് GTയുടെ കയ്യിൽ കളിയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് കണ്ടിന്യൂസ് വിക്കറ്റ് പോവുക, അതും രവി ബിഷ്ണോയ്. നമുക്കറിയാം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അത്യാവശ്യം നെഗറ്റീവുകളും ട്രോളുകളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിഷ്ണോയ്ക്ക്. കുറെ റൺസ് കൊടുക്കുന്നു, പിന്നെ വിക്കറ്റുകൾ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്നത്തെ ഒരു കിട്ടിലൻ കംബാക്ക് ആയിരുന്നു. റൺസ് അത്യാവശ്യം കൊടുത്തിരുന്നു, പക്ഷെ എന്നാലും വിക്കറ്റ് 4 വിക്കറ്റ് എടുത്തിട്ട് കളി കംപ്ലീറ്റ്ലി RRന്റെ അടുത്തോട്ട് ടേൺ ചെയ്ത് ശരിക്ക് രവി ബിഷ്ണോയാണ് ആ അടുപ്പിച്ചടുപ്പിച്ച് വിക്കറ്റ് എടുത്തത്. പിന്നെ അതിൽ റിയാൻ പരാഗ് എറിഞ്ഞൊരു ഓവറും അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം അവിടെയും ഒരു വിക്കറ്റ് വന്നിട്ടുണ്ട്. 18ാമത്തെ ഓവർ ആകുമ്പോഴേക്ക് ഷാറുഖ് ഖാൻ റൺഔട്ട് ആയിട്ട് പോയിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന റബാഡ എന്റെ മോനെ ഞെട്ടിച്ചു കളഞ്ഞിട്ടോ. കാരണം റബാഡ വന്ന് ഞാൻ വെച്ച് ഓക്കെ ഒരു ബോളർ അല്ലേ, പിന്നെ സൗത്ത് ആഫ്രിക്കൻ ബോളർ ആകുമ്പോൾ ഓൾറൗണ്ടിങ് കൂടി ഉണ്ടാവുമല്ലോ, കാരണം നമുക്കറിയാലോ മാർക്ക് യാനിസിനെയൊക്കെ. അപ്പൊ ഞാൻ ചിലപ്പം നല്ല കയ്യൊക്കെ ഉണ്ടായിട്ട് നല്ല അടിയൊക്കെ പ്രതീക്ഷിക്കാം, പക്ഷെ എന്നാലും ചിലപ്പോൾ ഔട്ട് ആവാനും സാധ്യതയുണ്ടെന്നുള്ളൊരു രീതിയിലാണ് ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ കളിച്ചു തുടങ്ങിയപ്പോൾ ആള് സിക്സ് അടിക്കുന്നു. ആ ഒരു സിക്സിലൂടെ കളി മൊത്തത്തിൽ ചേഞ്ച് ആവുന്നു. പിന്നെ അങ്ങോട്ട് കളി എഗെയിൻ GTയുടെ കയ്യിലോട്ട് എത്തുന്നു. പക്ഷെ 19ാമത്തെ ഓവർ എറിഞ്ഞത് ആർച്ചറായിരുന്നു. ആർച്ചറിന്റെ ആ ഓവറാണ് ഇതിനൊരു ടേണ് RRലോട്ട് എത്തിച്ചത്. കാരണം ആ ഓവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആർച്ചർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓവർ, ലാസ്റ്റ് ഓവർ, ഫൈനൽ ഓവർ തുഷാർ ദേശ് പാണ്ഡെയാണ് ബോൾ ചെയ്തത്. ശരിക്കും തുഷാർ ദേശ് പാണ്ഡെനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം RRൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കിട്ടിയ ഒരാളാണ്. ഭയങ്കര ട്രോളുകളൊക്കെ കിട്ടിയ ഒരാളാണ്. ഞാൻ പേഴ്സണലി കണ്ട സമയത്ത് എനിക്ക് കഴിഞ്ഞ വർഷം എന്തിനാണ് ഇങ്ങനെ ബോൾ ചെയ്യുന്നത്, ഒരുപാട് ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഭയങ്കര റൺസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ലാസ്റ്റ് ഓവർ തുഷാർ ദേശ് പാണ്ഡെ ബോൾ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ പരാഗ് എന്തൊരു റോങ് ഡിസിഷൻ എടുത്തേക്കണേ. കാരണം ഇനിയിപ്പോൾ ബർഗറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോളർ, രവീന്ദ്ര ജഡേജ ഉണ്ട്, അങ്ങനെ ആരെങ്കിലൊക്കെ ബോളർ ഉണ്ടോ, അവർക്ക് ഇനി ഒരു ഓവർ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബോൾ അറിയാലോ, എന്തിനാ തുഷാർ ദേശ് പാണ്ഡെക്ക് കൊടുക്കുന്ന ബോൾ എന്നുള്ളൊരു ഭയങ്കര ഒരു മറ്റേ മൈൻഡിലുണ്ടായ ശരിക്കും. കാരണം ആ സമയത്ത് നമ്മൾ രണ്ട് ടീമിന്റെയും ഭാഗത്ത് ചിന്തിക്കും. RRന്റെ ഭാഗത്തും ചിന്തിക്കുന്നുണ്ടായിരുന്നു, GTയുടെ ഭാഗത്ത്. ഞാൻ GT ഒന്ന് കളിച്ച് കയറി വന്നപ്പോഴേ ലാസ്റ്റത്തെ ആ ഒരു 18 ഓവർ കഴിയുന്ന സമയത്ത് ശരിക്കും GTന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ. ശരിക്കും GT ജയിക്കണം എന്നുള്ളൊരു മൊമെന്റത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് റാഷിദ് ഖാൻ ബാറ്റ് ചെയ്യുമ്പോഴും റബാഡ ബാറ്റ് ചെയ്യുന്ന സമയത്തും. പക്ഷേ അത് കഴിഞ്ഞിട്ട്